എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. CM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് AKSTU കൊല്ലം ജില്ലാ അക്കാദമിക് കൗൺസിൽ ഒരുക്കുന്ന സൗജന്യ ഓൺലൈൻ പഠന ക്ലാസ് ആണ് നമുക്കിവിടെ നടക്കുന്നത്. രതീഷ് സാറ് ചില പ്രശ്നങ്ങളെ തുടർന്നിട്ട് രതീഷ് സാറ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇത് പറയുന്നത്. നിങ്ങൾ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ദയവായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങളൊന്ന് ദയവ് ചെയ്ത് മൈക്കുകൾ ഓഫാക്കി വെക്കുക. അത് അടുത്ത് നിങ്ങളുള്ള കുട്ടികളുടെ അടുത്തിരിക്കുന്ന രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായിട്ട് കിഷോർ സാറുണ്ട്. കിഷോർ ടി ജില്ലാ പ്രസിഡന്റ് ആണ്. സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടെയാണ് നമ്മളൊരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് AKSTU എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനത്തിന്റെ അക്കാഡമിക് കൗൺസിൽ ആണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ചുമതലക്കാരൻ, കൊല്ലം ജില്ലയുടെ ചുമതലക്കാരൻ പ്രിയപ്പെട്ട രതീഷ് സാറാണ്. രതീഷ് സാറ് ഒരു ചെറിയ അസൗകര്യമായി ബന്ധപ്പെട്ട് പുറത്ത് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഈ ക്ലാസ് സമയബന്ധിതമായി കുട്ടികൾ എല്ലാവരും കയറി എന്നുള്ളത് കൊണ്ട് സമയബന്ധിതമായി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് സാറിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം CM കിഡ്സ് എന്ന് പറയുന്ന LSSC ബേസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സാണ്. AKSTU എന്ന് പറയുന്നത് ഒരു അധ്യാപക സംഘടനയാണ്. ആ അധ്യാപക സംഘടന സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് കുട്ടികൾക്ക് വേണ്ടുന്നതായ അറിവുകൾ നമ്മളെ കൊണ്ട് അധ്യാപകർ എന്നുള്ളതിലും സമൂഹത്തിന്റെ പ്രതിബദ്ധതയുള്ള അധ്യാപക സംഘടന എന്ന നിലയിലും കുട്ടികൾക്ക് വേണ്ടുന്ന ബോധവൽക്കരണം, അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടുന്ന പരിചയവും നൽകുന്നതിനാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട AKSTU എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സജീവ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ള അധ്യക്ഷൻ AKSTUവിന്റെ ജില്ലാ പ്രസിഡന്റ് കിഷോർ സാറ്, അതോടൊപ്പം തന്നെ ഉദ്ഘാടക ജയശ്രീ ടീച്ചർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ, അതോടൊപ്പം ക്ലാസ് കൈകാര്യം ചെയ്യുന്ന പ്രീത ടീച്ചർ, പ്രിയമുള്ള അനസ് സാറ്, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ഉദ്ഘാടന സെഷൻ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ വളരെ കുറഞ്ഞ വാക്കുകളിൽ തന്നെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ഉദ്ഘാടന സെഷൻ കഴിയുന്നതായിരിക്കും. കിഷോർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് AKSTU എന്ന അധ്യാപക സംഘടന കൃത്യമായിട്ട് നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു CM കിഡ്സ് എന്ന് പറഞ്ഞ USS UP വിഭാഗം കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ഇത് നല്ലവണ്ണം കേട്ട് ഇരുന്നിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യണം. അൻസാർ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് പ്രയോജനപ്രദമായിട്ട് തന്നെ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം. കുഞ്ഞുങ്ങളെല്ലാം സശ്രദ്ധം ഇത് വീക്ഷിക്കണം, അതോടൊപ്പം തന്നെ കേൾക്കണം. എന്നിട്ട് വേണം ഇത്തരം പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുവാൻ. ഇതൊക്കെ ഒരു തുടക്കമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പരീക്ഷകളൊക്കെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കണം, അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് നമ്മൾ LSS USSനെയൊക്കെ കാണുന്നത്. ഭാവിയിൽ വരുന്ന ധാരാളം പരീക്ഷകളെയൊക്കെ നമുക്ക് നേർക്കാഴ്ച അല്ലെങ്കിൽ നേരിട്ട അനുഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെയുള്ള ഒരു നേർ അനുഭവം തന്നെയാണ് എന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു പോകുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഇത് കൃത്യമായിട്ട് ഇത് വീക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളതും. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട AKSTU സംഘടനയുടെ അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കിഷോർ സാറാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് AKSTUവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ജയശ്രീ ടീച്ചറാണ്. ജയശ്രീ ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് UP വിഭാഗം മലയാളം ക്ലാസ്സാണ് എടുക്കുന്നത്. പ്രിയപ്പെട്ട പ്രീത ടീച്ചറാണ്. പ്രീത ടീച്ചർ എന്ന് പറഞ്ഞാൽ AKSTUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള അനസാർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനസാറിനെ വളരെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വളരെ കൃത്യമായിട്ട് ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം. എല്ലാ ക്ലാസ്സുകളൊക്കെ ഇനിയും ഉണ്ടാകുന്നതായിരിക്കും. ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ ലഭിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. നിർത്തുന്നു. അഭിവാദ്യം.
പോലെ സാറേ. ആ സാറേ, ജയശ്രീ ടീച്ചർ ഉണ്ടല്ലേ? ടീച്ചറെ, അപ്പോ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമുക്കറിയാം, ഒരുപാട് താമസിപ്പിക്കാതെ ക്ലാസ് ആണ് പ്രധാനം. അതുകൊണ്ട് അതിന്റെ ഔദ്യോഗികമായ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി AKSTUവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരിയുമായ പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചറെ ക്ഷണിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ AKSTUവിന്റെ ജില്ലാ പ്രസിഡന്റായ ശ്രീ കിഷോർ സാറ്, ജില്ലാ സെക്രട്ടറി സജീവ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നയിക്കുന്ന പ്രീത ടീച്ചർ, ഇതിന്റെ കോർഡിനേറ്റർ രതീഷ് സാറ്, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. AKSTU എന്ന് പറയുന്ന അധ്യാപക സംഘടന അധ്യാപക പക്ഷത്ത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കൂടി കാര്യങ്ങൾ പരിഗണിക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലും നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വിജയഭേരി എന്ന് പറയുന്ന പ്രവർത്തനം. മുൻകാലങ്ങളിലും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളിൽ, വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിൽ കാര്യക്ഷമമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് AKSTU എന്ന് പറയുന്നത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് മുന്നേറ്റം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ, അന്ന് ഏതാണ്ട് സാമ്പത്തിക ലാഭം ഇല്ല എന്ന അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടാൻ തുടങ്ങിയ സ്കൂളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് തിരുവനന്തപുരത്ത് മുതൽ അങ്ങ് കാസർഗോഡ് വരെ 100ഓളം സ്കൂളുകൾ ഏറ്റെടുത്ത് ആ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യവും അക്കാദമിക നിലവാരവും ഉയർത്തി അതിനെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ജാഗ്രത കാണിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ AKSTU എന്ന് പറയുന്നത്. മുൻകാലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിവുത്സവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സംഘടനയുടേത്. എല്ലാ രക്ഷകർത്താക്കളും എല്ലാ കുട്ടികളും നെഞ്ചോട് ചേർത്ത് അത് ഏറ്റവും വലിയ വിജയത്തിൽ എത്തിച്ചേർത്ത ഒരു പ്രവർത്തനമാണ് ജനയുഗം സഹപാഠി അറിവുത്സവം എന്നത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം മയക്കുമരുന്നിനും അത്തരത്തിലുള്ള ദോഷ ഫലങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിന് നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനും മയക്കുമരുന്നിന്റെ ലഹരിയുടെയും മറ്റും ദോഷവശങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി AKSTU എന്ന പ്രസ്ഥാനം ലഹരിക്കെതിരെ ജനകീയ കാവൽ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണത്. അതിന് തുടർച്ചയായിട്ട് ഒരു പുതിയ കാൽവെപ്പ് എന്ന നിലയിലാണ് ഇന്ന് ഇവിടെ ഈ വിജയഭേരി ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കൂടുതൽ സമയം ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് ആരംഭിക്കുന്ന ഈ വിജയഭേരിക്ക് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് പരീക്ഷാ രീതികൾ മാറിയിട്ടുണ്ട്. ആ പരീക്ഷാ രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് മാതൃകാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി നിങ്ങളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. രതീഷ് സാറ് ബൈക്കിലാണെന്നാണ് സാറെ പറഞ്ഞത്. അപ്പൊ നമുക്ക് പതുക്കെ ക്ലാസ് ആരംഭിക്കാം സാറേ. ഓക്കെ, ക്ലാസ് നയിക്കുന്ന പ്രീത ടീച്ചർ അല്ലേ സാറേ? എത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് തുടങ്ങാം. ഹായ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് നമ്മൾ സുഗതകുമാരിയെ കുറിച്ചുള്ള പാഠമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുഗതകുമാരിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതുമാണ്. സുഗതകുമാരിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രിയാണ് സുഗതകുമാരി. സുഗതകുമാരി 1934 ജനുവരി 22 ആറന്മുളയിലാണ് ജനിച്ചത്. കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ട്. ഇവിടെ സുഗതകുമാരി ജനിച്ചത് എവിടെയാണെന്നാ നമ്മൾ പറഞ്ഞത്? ആറന്മുളയിലാണ് ജനിച്ചത്. ഓക്കെ. ബോധേശ്വരൻ, കാർത്യായനിയമ്മ എന്നിവരായിരുന്നു സുഗതകുമാരിയുടെ മാതാപിതാക്കൾ. ബോധേശ്വരനും
കാർത്യായനി അമ്മയും. ആദ്യത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു സുഗതകുമാരി ടീച്ചർ. അതുപോലെ തന്നെ നിർധനരായ ആൾക്കാർക്ക് അഭയ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കുകയും അതിന്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ടും സുഗതകുമാരി പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 ഡിസംബർ 23-നാണ് സുഗതകുമാരി മരണമടഞ്ഞത്. ഇപ്പൊ സുഗതകുമാരിയെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ 1934 ജനുവരി 22-ന് ആറന്മുളയിൽ ജനിച്ച പ്രശസ്ത കവയിത്രി ആരെന്നായിരിക്കും ചിലപ്പോ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ബോധേശ്വരന്റെയും കാർത്യായനിയമ്മയുടെയും മകളായി ജനിച്ച കവയിത്രി ആരെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ 2-3 ഓപ്ഷൻ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും. ആദ്യത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി, അഭയയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന വ്യക്തി, സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യക്തി ആര് തുടങ്ങിയ ഓപ്ഷനുകൾ തന്നിട്ട് എ ബി സി ഇങ്ങനെ 3 ഒന്നാമത്തെ ശരിയെങ്കിൽ അങ്ങനെ, രണ്ടാമത്തെ ശരിയെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ഓപ്ഷൻ രീതിയിലും ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1934-ലാണ് സുഗതകുമാരി ജനിച്ചത്. ബോധേശ്വരനും കാർത്യായനിയമ്മയായിരുന്നു മാതാപിതാക്കള്. 2020-ലാണ് സുഗതകുമാരി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞത്. പ്രധാനപ്പെട്ട കൃതികള് രാത്രിമഴ, അമ്പലമണികൾ, രാധയെവിടെ, തുലാവർഷ പച്ച തുടങ്ങിയ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ജീവചരിത്രം കൃത്യമായിട്ട് നിങ്ങളുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരുടെയും ജീവചരിത്രം നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ, ഈ 15 ചോദ്യത്തിൽ ഒരു 5 ചോദ്യമെങ്കിലും സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ കവയിത്രി കൂടിയാണ് സുഗതകുമാരി ടീച്ചർ. അപ്പൊ സുഗതകുമാരി ടീച്ചറെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങളെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. സുഗതകുമാരി ടീച്ചർ എന്നാ ജനിച്ചത്, എന്നാണ് മരിച്ചത്, ആരൊക്കെയാണ് സുഗതകുമാരി ടീച്ചറിന്റെ അച്ഛനും അമ്മയും, പിന്നെ സുഗതകുമാരി ടീച്ചർ വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ആദ്യത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അഭയയുടെ സ്ഥാപക സെക്രട്ടറി തുടങ്ങി ഏറ്റെടുത്തിരുന്ന എല്ലാ പ്രവൃത്തികളും വളരെ സത്യസന്ധമായി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത ഒരു പ്രശസ്ത വ്യക്തിയാണ് സുഗതകുമാരി ടീച്ചർ. ഒന്ന് മനസ്സിലോർത്തേ. സംശയമുണ്ടോ? 1934. നിങ്ങളുടെ ഗ്രൂപ്പില് ഞാനിത് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പില് ഒന്നും കൂടെ പറയുവോ? പിന്നെന്ത്, 1934 ജനുവരി 22-നാണ് സുഗതകുമാരി ടീച്ചർ ജനിച്ചത്. 1934 ജനുവരി 22. അടുത്ത ദിവസം തൊട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത്. എവിടെയായിരുന്നു ജനിച്ചത്? ആറന്മുളയിലാണ് ജനിച്ചത്. ടീച്ചർ അമ്മയുടെ പേരെന്തായിരുന്നു? കാർത്യായനി അമ്മ. കാർത്യായനി അമ്മ. ടീച്ചറെ മരിച്ചതെന്നായിരുന്നു? 2020 ഡിസംബർ 23-ന്. ടീച്ചറായിട്ട് മലയാളം ഫസ്റ്റ് ആണോ? മലയാള സെക്കൻഡാണ്. അടിസ്ഥാന പാഠാവലി. അപ്പൊ ജനിച്ചതും മരിച്ചതും അച്ഛന്റെയും അമ്മയുടെയും പേരെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. പിന്നെന്ത്, ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പില് ഇത് ഷെയർ ചെയ്ത് തരാം.
കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് സംശയമുള്ളവർ നോക്കുക. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഏത് സമയവും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയോടുകൂടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരും സ്കോളർഷിപ്പ് നേടണം. ഓക്കെ ഓക്കെ അപ്പൊ കേട്ടോ, 1934 സുഗതകുമാരി ടീച്ചർ ആറന്മുളയിൽ ജനിച്ചത്. അച്ഛന്റെ പേര് ബോധേശ്വരൻ എന്നാണ്. അച്ഛന്റെ പേര് ബോധേശ്വരൻ. അച്ഛന്റെ പേരെന്താ? അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, കവിയായിരുന്നു അദ്ദേഹം. അമ്മയുടെ പേര് കാർത്യായനി അമ്മ. സംസ്കൃത പണ്ഡിത കൂടിയായിരുന്നു അമ്മ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു സുഗതകുമാരി ടീച്ചർ. അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക സെക്രട്ടറി കൂടിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. അതേപോലെ സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ പങ്കാളിയായ വ്യക്തിയാണ്. 2020 ഡിസംബർ 23 സുഗതകുമാരി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞത്. പ്രധാനപ്പെട്ട കൃതികൾ ശ്രദ്ധിച്ചോണം: രാത്രിമഴ, പാവം മാനവഹൃദയം, അമ്പലമണികൾ, പാതിരാപ്പൂക്കൾ, രാധ എവിടെ, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പികൾ തുടങ്ങിയവയാണ്. ഒന്നുകൂടെ പറയട്ടെ: രാത്രിമഴ, പാവം മാനവഹൃദയം, അമ്പലമണികൾ, പാതിരാപ്പൂക്കൾ, രാധ എവിടെ, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. സുഗതകുമാരി ടീച്ചർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം എന്നിവയൊക്കെ സുഗതകുമാരി ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. സുഗതകുമാരി ജനിച്ച തീയതി ഒന്ന് പറയാവോ? 1934. ഡേറ്റ് ഇല്ലയോ? ജനുവരി 22. അപ്പൊ അടുത്തത് പഠിക്കാമോ? അടുത്തത് പഠിക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിലൊന്ന് ഒന്ന് ഓർത്തു നോക്കി. എന്നാ ജനിച്ചത്, അച്ഛന്റെ അമ്മയുടെയും പേര്, സുഗതകുമാരി ടീച്ചർ വഹിച്ച പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയായിരുന്നു, സുഗതകുമാരി ടീച്ചർ മരിച്ച ഡേറ്റ്, സുഗതകുമാരി ടീച്ചറിന്റെ പ്രധാനപ്പെട്ട കൃതികള്, സുഗതകുമാരി ടീച്ചറിന് കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങള് ഒന്ന് മനസ്സിൽ ഒരു മിനിറ്റ് ഒന്ന് ഓർത്തു നോക്കി. ഓർത്തു നോക്കി. ടീച്ചർ. മക്കളെ മൈക്ക് ഓഫ് ആക്കി വേണേ ഓർത്തു നോക്കിയപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. നല്ല വ്യക്തമായില്ലേ? അതെ. ഇനി നമ്മള് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകണം. അടുത്ത നമ്മള് തെയ്യത്തിന്റെ ഒരു പാഠം പഠിച്ചിട്ടില്ലേ? കുമ്മാട്ടി എന്നൊരു പാഠം പഠിച്ചില്ലേ നമ്മള്? കുമ്മാട്ടി എന്ന പാഠം നമ്മൾ പഠിച്ചു. തൃശൂർ ജില്ലയിലാണ് ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച്
വില്ല് കൊട്ടി കളിക്കുന്ന ഒരു കളിയാണ് കുമ്മാട്ടി എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക നിങ്ങൾക്ക് മറക്കാതിരിക്കുന്നതിന് വേണ്ടി. പൊയ്മുഖം ഒരുക്കുക, ചായം കൊടുക്കുന്നത്, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അതെ. അതെ. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കുറേ ഘടകപദങ്ങളാക്കാൻ നമ്മൾ പഠിച്ചു. മുഖാവരണം, മുഖത്തിന്റെ ആവരണം പഠിച്ചതല്ലേ? മുഖാവരണം, മുഖത്തിന്റെ ആവരണം. അപ്പൊ ഓണപ്പാട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഘടകപദമാക്കി പറയും? ഓണത്തിന്റെ പാട്ട്. തന്നെ. ഓണത്തെ പറ്റിയുള്ള പാട്ട്. ഓണപ്പാട്ട് എങ്ങനെ പറയും? ഓണത്തെ പറ്റിയുള്ള പാട്ട്. ഓണപ്പാട്ട് എങ്ങനെയാ പറയുന്നത്? ഘടകപദമാക്കി പറയുന്നത് എങ്ങനെയാ? ഓണത്തെ പറ്റിയുള്ള പാട്ട്. ഓക്കേ. അങ്ങനെയാണെങ്കിൽ സംഘനേതാവ് എങ്ങനെ ഘടകപദമാക്കി നമുക്ക് പറയാം? സംഘത്തിലെ നേതാവ്. തന്നെ. സംഘത്തിന്റെ നേതാവ്. ഒന്ന് ശ്രദ്ധിച്ചേ. സംഘത്തിന്റെ നേതാവ്. മുഖാവരണം, മുഖത്തിന്റെ ആവരണം. ഓണപ്പാട്ട്, ഓണത്തെ പറ്റിയുള്ള പാട്ട്. സംഘനേതാവായപ്പോ എങ്ങനെ പറയാം? സംഘത്തിന്റെ നേതാവ്. സംഘത്തിന്റെ നേതാവ്. ഈ ഘടകപദങ്ങളാക്കാനുള്ളത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോ മുഖാവരണം, മുഖത്തിന്റെ ആവരണം, ഓണപ്പാട്ട്, ഓണത്തെ പറ്റിയുള്ള പാട്ട്, സംഘനേതാവ്, സംഘത്തിന്റെ നേതാവ്. ഓക്കെ, കറക്റ്റായോ? ഓക്കെ, ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മള് കോലത്ത് നാട്ടില് തെയ്യം കലാകാരന്മാർ ആടി വരുന്ന ഒരു നൃത്തത്തിന്റെ പേര് നമ്മുടെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു. കോലത്ത് നാട്ടില് തെയ്യം കലാകാരന്മാർ ആടിയിരുന്ന ഒരു നാടോടി നൃത്തമുണ്ട്. അതിന്റെ പേരറിയാമോ? ആ പാഠത്തിന്റെ അധ്യാപക സഹായിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ടീച്ചർമാര് പഠിപ്പിച്ചു തന്നോ നിങ്ങൾക്ക്? കാക്കാശി നാടകമാണോ? അല്ല മോനെ, കോലത്ത് നാട്ടില് മിടുക്കി, കോതാമൂരി ആട്ടം. കോലത്ത് നാട്ടില് തെയ്യം കലാകാരന്മാർ ആടിയിരുന്ന ഒരു നാടോടി നൃത്തമുണ്ട്. അതിന്റെ പേരാണ് കോതാമൂരിയാട്ടം. പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോലത്ത് നാട്ടില് തെയ്യം കലാകാരന്മാർ ആടിയിരുന്ന നാടോടി നൃത്തത്തിന്റെ പേര് കോതാമൂരിയാട്ടം എന്നാണ്. സ്പീഡ് കുറച്ചൊന്ന് പറയുവോ? പിന്നെന്ത്? കോലത്ത് നാട്ടിൽ എഴുതിക്കോ. കോലത്ത് നാട്ടിൽ തെയ്യം കലാകാരന്മാർ ആടിയിരുന്ന നാടോടി നൃത്തം. കോലത്ത് നാട്ടില് തെയ്യം കലാകാരന്മാർ ആടിയിരുന്ന നാടോടി നൃത്തം. അതിന്റെ പേര് കോതാമൂരിയാട്ടം. ആ നൃത്തത്തിന്റെ പേരെന്തുവാ? കോതാമൂരി ആട്ടം. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇനി കോതാമൂരി ആട്ടത്തിന് പാടുന്ന ഒരു പാട്ടുണ്ട്, അതറിയാമോ? കോതാമൂരി ആട്ടത്തിന് പാടുന്ന പാട്ടിന്റെ പേരുണ്ട്.
വില്ലടിച്ചാൻ പാട്ടാണോ? അല്ല മക്കളെ, വിത്തുപൊലിപ്പാട്ട്. എന്താണ് പാട്ടിന്റെ പേര്? വിത്തുപൊലിപ്പാട്ട്. കോതാമൂരിയാട്ട്. ആ ഒന്ന് എഴുതിയേ. അതിന്റെ കൂടെ തന്നെ എഴുതിയേ, ഒരു ചോദ്യമായിട്ട് പുതിക്കും. കോതാമൂരി ആട്ടത്തിന് പാടുന്ന പാട്ട് വിത്തുപൊലിപ്പാട്ട്. ആ പാട്ടിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? പിന്നെന്ത് പറയാലോ, വിത്തുപൊലിപ്പാട്ട്. എഴുതി. വിത്തുപൊലിപ്പാട്ട്. നിങ്ങളുടെ ഈ ഗ്രൂപ്പില് മലയാളവുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ദിവസവും അതിനകത്ത് എഴുതിയിടും. നാളെ മുതൽ നിങ്ങൾ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒരു ക്ലാസ് കഴിയുമ്പോൾ എഴുതിയിടും. മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാളെ മുതൽ 5 എണ്ണം വീതം ഞാൻ എഴുതിയിടും. കൃത്യമായിട്ട് നിങ്ങൾ അത് നോക്കി എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ? അപ്പൊ കുമ്മാട്ടി എന്ന പാഠം നമ്മൾ പഠിച്ചു. അപ്പൊ പിരിച്ചെഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിഞ്ഞൂടെ? അറിയാം ടീച്ചർ. അറിയാം. അടുത്തുള്ള എന്ന പദം എങ്ങനെ പിരിച്ചെഴുതും? അടുത്ത് പ്ലസ് അധികം ഉള്ള. ഓക്കെ, അടുത്ത് അധികം ഉള്ള. ഓണപ്പാട്ട് എങ്ങനെ പിരിച്ചെഴുതും? ഓണം അധികം പാട്ട്. ഓണം എന്ന് വേണ്ട, ഓണ അധികം പാട്ട്, ഓണപ്പാട്ട്. ഓക്കെ, മിടുക്കരാണ്. നന്നായിട്ട് ധാരാളം വായിക്കുക. പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. അതിലെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് വായിക്കണം. കുമ്മാട്ടിക്ക് ശരീരം മറയ്ക്കാൻ ഒരു പുല്ല് ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. പാർപ്പടകപ്പുല്ല്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ആ മുടിയേറ്റ്, കാവേറ്റം എന്നീ കൃതികളൊക്കെ എഴുതിയ ഒരു കലാകാരനുണ്ട്. ആരാടേത്? മുടിയേറ്റ്, കാവേറ്റം എന്നീ കൃതികളുടെ കർത്താവ്. കുമ്മാട്ടി എന്ന പാഠം എഴുതിയ ആളാ. കുമ്മാട്ടി എഴുതിയത് ആരായിരുന്നു? രാജഗോപാലൻ. CR രാജഗോപാലന്റെ പുസ്തകങ്ങളാണ് മുടിയേറ്റും കാവേറ്റവും. അറിയാമല്ലോ, പ്രത്യേകിച്ച് അറിയാം. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാം. എന്തോ മക്കളെ? ക്വസ്റ്റ്യൻ. മുടിയേറ്റ്, കാവേറ്റം എന്നീ കൃതികളുടെ കർത്താവ്. മുടിയേറ്റ്, കാവേറ്റം. എന്നീ കൃതികളുടെ കർത്താവ്. എഴുതിയോ മക്കളെ ചോദ്യം? CR രാജഗോപാലൻ. CR രാജഗോപാലൻ. എഴുതി ടീച്ചർ. ഓക്കെ, അടുത്ത പഠിക്കാം. ഓക്കെ, ഈ ചെറുവയൽ രാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടേ? എങ്ങനെ കേട്ടു? 2023 കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മിടുക്കര്. അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നിട്ടുണ്ട് ടെസ്റ്റിൽ. അദ്ദേഹത്തിന്റെ ആത്മകഥ നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട് അല്ലേ? പത്മശ്രീ പുരസ്കാരം 2023 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമുക്ക് പഠിക്കാനും തന്നിട്ടുണ്ട്.
ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിന് എന്തു പേരില അറിയപ്പെടുന്നത്? അപ്പൊ ഈ ആത്മകഥയ്ക്ക് ആത്മകഥയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ എഴുതുന്നതിന് എന്ത് പേരിൽ അറിയപ്പെടും? ജീവചരിത്രക്കുറിപ്പ്. അപ്പോൾ മിടുക്കരാണ് നിങ്ങൾ. ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ എഴുതിയാൽ അത് ജീവചരിത്രക്കുറിപ്പാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാനിനി ഒരു വാക്ക് പറയും. ആ അർത്ഥം വരുന്ന 2 വാക്കുകൾ കൂടി നിങ്ങൾ പറയണം. ആദ്യം എളുപ്പമുള്ള ഒരു വാക്ക് പറയും. പൂവ്. പൂവെന്നർത്ഥമുള്ള 2 വാക്കുകൾ നിങ്ങൾ പറയണം. മിടുക്കര്. പൂവ് എന്നർത്ഥം വരുന്ന 2 പദം പറയാൻ പറഞ്ഞപ്പോൾ ധാരാളം പദങ്ങൾ നിങ്ങൾ പറഞ്ഞു. പൂവ്, സൂനം, കുസുമം, താര്, പുഷ്പം തുടങ്ങി ധാരാളം പദങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ രാത്രി എന്നർത്ഥം വരുന്ന 2 പദങ്ങൾ എന്ന് പറഞ്ഞേ. നിശ, രാവ്, രാത്രി, നിശ, രജനി ഇതെല്ലാം ഇതേ അർത്ഥമുള്ള പദങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം അറിയാം. മിടുക്കരാണ്. അങ്ങനെയാണെങ്കിലേ 1955 ഏപ്രിൽ 10 കൊല്ലം ജില്ലയിൽ ജനിച്ച ഒരു കവി. മുഴുവൻ പറഞ്ഞില്ല, ചോദ്യം കേട്ടതിന് ശേഷം. 1955 ഏപ്രിൽ 10 കൊല്ലം ജില്ലയിൽ ജനിച്ചു. അച്ഛന്റെ പേര് PN ശാസ്ത്രി, അമ്മയുടെ പേര് K കമലമ്മ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക പുരസ്കാരം, ബാലസാഹിത്യ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കുരീപ്പുഴ ശ്രീകുമാർ കൊല്ലം ജില്ലയിലാണ് ജനിച്ചത്. കുരീപ്പുഴ എന്ന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ പേര് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ആ വാക്ക് ആ സ്ഥലത്തിന്റെ പേര് മാത്രം ഞാൻ പറയാഞ്ഞത്. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിൽ ജനിച്ചു. 1955 ഏപ്രിൽ 10 PN ശാസ്ത്രിയും K കമലമ്മയുമാണ് മാതാപിതാക്കൾ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക പുരസ്കാരം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് തുടങ്ങിയവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. പെണങ്ങുണ്ണി, ശ്രീകുമാറിന്റെ ദുഃഖങ്ങൾ, രാഹുലൻ ഉറങ്ങുന്നില്ല, അമ്മ മലയാളം, കീഴാളൻ തുടങ്ങി ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ വിളിച്ചാൽ അദ്ദേഹം വന്ന് നന്നായി കവിത ചൊല്ലി നമ്മളെ എല്ലാവരെയും രസിപ്പിച്ചിട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിനെ എന്തോ മക്കളെ എന്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതേപോലെ ഭാവിയില് പ്രശസ്തരായി മാറണം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കവിതയുടെ പേരെന്തുവാ? അദ്ദേഹത്തിന്റെ ഓക്കെ, ഫാത്തിമത്തുരുത്ത് ഏത് കായലിന്റെ തീരത്താണ്? കായൽ. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫാത്തിമത്തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ഏത് കായലാ ഫാത്തിമത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ. കാട് ആരത് എന്ന ഒരു കൃതി ആരെഴുതിയതാ? ഓക്കെ, പ്രകാശ് ചന്ദളം എഴുതിയതാണ് കാട് ആരത് എന്ന കൃതി.
അതില് നഞ്ചിയമ്മ എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഉണ്ട്. കേരളത്തിലെ ഏത് ജില്ലയിലാ നഞ്ചിയമ്മയുടെ സ്ഥലം? പാലക്കാട് അട്ടപ്പാടി. മിടുക്കര്. പാലക്കാട് അട്ടപ്പാടി ആദിവാസി ഗ്രാമത്തിലാണ് നഞ്ചിയമ്മ ജനിച്ചത്. നഞ്ചിയമ്മ ഒരു പാട്ട് പാടിയല്ലോ, ആ പാട്ടിന്റെ വരി കളക്കാത്ത സന്തനമേര ഓക്കെ, അത് ഏത് സിനിമയിലാണ് ആ പാട്ട്? അപ്പൊ നഞ്ചിയമ്മയുടെ പാഠത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ട്, മിടുമിടുക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമുക്ക് അടുത്ത ഒരു വിപരീത പദം ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ നിങ്ങൾ പറയണം. സഫലം എന്ന വാക്കിന്റെ എതിർ പദം പറയണം. വിപരീത പദം എന്ന് പറഞ്ഞാലും മിടുക്കര്. സഫലം എന്ന വാക്കിന്റെ എതിർപദം എന്തുവാണ്? വിഫലം. അങ്ങനെയാണെങ്കിൽ സജീവം എന്ന വാക്കിന്റെ എതിർപദം സജീവം. നിർജീവം. നിർജീവം. സജീവം എന്താണ്? നിർജീവം. നിർജീവം. ഓക്കെ മിടുക്കര്. അങ്ങനെയാണെങ്കിലേ 1954 ജൂലൈ 7 ജനിച്ച ഒരു ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ അക്ബർ കക്കട്ടിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏതോ ഒന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലോ. ഓക്കെ മിടുക്കൻ. നന്നായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. വളരെ സന്തോഷം. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാം? അപ്പൊ അതിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. ഓക്കെ, ഏത് വർഷമാണ് ജനിച്ചത്? കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാം എന്ന അക്ബർ കക്കട്ടിലാണോ? അതെ. 1954 ജൂലൈ 7 1954 ജൂലൈ 7 കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അക്ബർ കക്കട്ടിൽ എവിടെയാ ജനിച്ചത്? കോഴിക്കോട് ജില്ലയിലെ അപ്പൊ ഒന്ന് ചെറുതായി കുറിച്ച് വെച്ചേ. അക്ബർ കക്കട്ടിൽ 1954 ജൂലൈ 7 കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പൊ ഞാനേ ഘടകപദമാക്കാനുള്ള 2-3 വാക്കുകൾ തരും. പൂച്ചപിടുത്തം എങ്ങനെ ഘടകപദമാക്കി പറയാം? പൂച്ചപിടുത്തം എങ്ങനെ പറയാമെന്നൊന്ന് പറഞ്ഞേ. അപ്പൊ ഒറ്റപ്പദമാക്കാനുള്ള ഒന്ന് തരട്ടെ. സംസ്കാരത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദമാക്കി പറഞ്ഞേ. സാംസ്കാരികം. സാംസ്കാരികം. സമ്മേളനം നടക്കുന്ന സ്ഥലം, അതിനെ ഒറ്റപ്പദമാക്കിയേ. സമ്മേളന സ്ഥലം. അപ്പൊ അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റപ്പദം ഒന്ന് പറഞ്ഞേ. ഓക്കെ, അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റപ്പദം ജിജ്ഞാസ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ശൈലി പറയും, അതിന്റെ അർത്ഥം പറയണം. നിങ്ങൾ പറയാൻ പറ്റുമോ? നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ? മക്കളെ, ഒരു ശൈലി, മലയാളത്തിലെ ഒരു ശൈലി ഞാൻ പറയും.
അതിന്റെ അർത്ഥം നിങ്ങൾ പറയണം. പറയാം. ഉറപ്പുണ്ടല്ലോ? കച്ച കെട്ടുക. കച്ച കെട്ടുക. ഇറങ്ങിത്തിരിക്കുക. ഒരു കാര്യത്തിന് ധൈര്യസമേത ഇറങ്ങിത്തിരിക്കുന്നതിനാണ് കച്ച കെട്ടുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണിലുണ്ടി എന്ന് പറയത്തില്ലേ? കണ്ണിലുണ്ടി എന്ന ശൈലിയുടെ അർത്ഥം എന്തുവാ? അത്രത്തോളം സ്നേഹിക്കുന്ന ഓക്കെ, വാത്സല്യ ഭാജനം അല്ലേ? വാത്സല്യം തീർക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ എല്ലാ കാര്യത്തിലും നിങ്ങൾ മിടുക്കരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് പറയട്ടെ. രണ്ട് ഒരേ പോലെയുള്ള ഒരു വാക്കല്ല, അർത്ഥവ്യത്യാസമുള്ള രണ്ട് വാക്കുകൾ ഞാൻ പറയാൻ പോവാം. ഉച്ചാരണത്തിലും എഴുത്തിലും സമാനതയുണ്ട്, എന്നാൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള നിരവധി പദങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. ഒലി എന്ന പദത്തിന്റെ അർത്ഥം എന്തോ? ഒലി ഒലി എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദം ഒന്ന് തന്നെയാണ്. ഒളി എന്ന പദത്തിന്റെ അർത്ഥം ഒളി സൗന്ദര്യം. അങ്ങനെയാണെങ്കിൽ മനം എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? മനം മനസ്സ്. അങ്ങനെയാണെങ്കിൽ മാനം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാണ്? മാനം. ഈ മാനം എന്ന വാക്കിന് ആകാശം എന്നല്ലാതെ വേറൊരർത്ഥം കൂടി ഇല്ലേ? മാനം എന്ന വാക്കിന് ആകാശം എന്നൊരർത്ഥം മാത്രമല്ല, അഭിമാനം എന്നർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മതിയാവുമ്പം പറയണേ. അതുവരെ പഠിക്കാം. എത്ര മണി വരെ പഠിക്കാൻ ഇഷ്ടമുണ്ട്? 10:10. ഇനി നമുക്ക് 9:45 വരെ പഠിക്കാം. 15 മിനിറ്റ്. കായം എന്ന വാക്കിന്റെ അർത്ഥം. കായം എന്ന് കേട്ടിട്ടില്ലേ? കറിക്കകത്തൊക്കെ ഇടുന്ന ഒരു സുഗന്ധ വസ്തുവാണ് കായം. പിന്നെ അല്ലാതെ കായത്തിന് എന്തർത്ഥം കൂടി ഉണ്ട്? അങ്ങനെയാണെങ്കിലേ കയം എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? കയം കയറ്. കയം ആഴം. ആഴമുള്ള ജലഭാഗത്തിനെ കയം എന്ന് പറയും. ആഴമുള്ള ജലഭാഗത്തിനെ എന്തു പറയും? കയം എന്ന് പറയും. കായമാണെങ്കിലോ കായം ശരീരം എന്നൊരർത്ഥമുണ്ട്. അതേപോലെ തന്നെ നമ്മള് സാമ്പാറിനകത്തൊക്കെ കായം ഇടത്തില്ലേ? ആ കായത്തിന്റെ അർത്ഥം എന്തുവാ? ഒരു സുഗന്ധ വസ്തുവാണ് കായം. ഓക്കെ ഇനി ഞാൻ ഒരു കൃതിയുടെ പേര് പറയും. ആരാ എഴുതിയെന്ന് നിങ്ങൾ പറയണം. കരുണ എന്ന് കേട്ടിട്ടുണ്ടോ? കരുണ. കരുണ എഴുതിയതാരാ? കുമാരനാശാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മിടുക്കര്. അങ്ങനെയാണെങ്കിലേ നമുക്ക് മലയാളത്തില്
ശബ്ദധാരാവലി എന്നൊരു നിഘണ്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിലെല്ലാം ഉണ്ട്. നല്ല വലിപ്പമുള്ള അർത്ഥങ്ങളൊക്കെ എഴുതിയ ഒരു പുസ്തകമാണ് ശബ്ദധാരാവലി. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ശബ്ദധാരാവലി എഴുതിയതാരാണെന്നറിയാമോ? ശബ്ദധാരാവലി എഴുതിയതാരാ? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. ശബ്ദധാരാവലി ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാ? നിഘണ്ടു. നിഘണ്ടു. ഓക്കേ. ഓ ഹെൻറി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓ ഹെൻറി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ ഏതോ ഒരു പാഠം പഠിച്ചിട്ടുണ്ടല്ലോ ഈ വർഷം. ഓക്കെ, അവസാനത്തെ ഇല എഴുതിയത് ഓ ഹെൻറി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അവസാനത്തെ ഇല എഴുതിയ ഓ ഹെൻറി ആ കഥയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഏത് കഥാപാത്രങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ജോൺസിയുണ്ട്, ബർമാനുണ്ട്, സ്യൂ ഉണ്ട്. പിന്നെ ന്യൂമോണിയ, അസുഖം വന്ന ന്യൂമോണിയ ഇല്ലേ? അവർക്ക് അസുഖം എന്താ അസുഖമായിരുന്നു? ന്യൂമോണിയ. ഒരു വള്ളിച്ചെടിയില്ലേ? ഒരു വള്ളിച്ചെടിയെ കുറിച്ച് പറയുന്നില്ലേ? വള്ളിച്ചെടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓ ഹെൻറി എന്നുള്ളത് ഒരു തൂലികാനാമമാണ്. ഓ ഹെൻറി എന്നുള്ളത് ഒരു തൂലികാനാമമാണ്. ആ തൂലികാനാമം ഉള്ള സാഹിത്യകാരന്റെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തോന്നറിയാമോ? വില്യം സിഡ്നി പോർട്ടർ. വില്യം സിഡ്നി പോർട്ടറിന്റെ തൂലികാനാമമാണ് ഓ ഹെൻറി. വില്യം സിഡ്നി പോർട്ടർ. വില്യം സിഡ്നി പോർട്ടർ. അദ്ദേഹം ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. നമ്മൾ തൂലികാനാമങ്ങൾ ധാരാളം പഠിച്ചിട്ടില്ലേ? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ ഓക്കെ, മിടുക്കര് PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ നോവൽ ഏതാണെന്നറിയാമോ? ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ. ആദ്യത്തെ നോവൽ ഏതായിരുന്നു? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ നോവൽ. എന്നാൽ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ആരുടെ നോവലാ? ഇന്ദുലേഖയാണ് ആദ്യത്തെ നോവൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്തിയാലോ? അപ്പൊ നമ്മൾ ആദ്യമേ പഠിച്ചിടം തൊട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ സുഗതകുമാരിയെ കുറിച്ച് പഠിച്ചില്ലേ? സുഗതകുമാരിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഉമ്മാട്ടിയെ കുറിച്ച് പഠിച്ചു. കോതാമൂരി മുഖാവരണത്തെ കുറിച്ച് പഠിച്ചു. മുഖാവരണം ഘടകപദങ്ങളാക്കാൻ പഠിച്ചു. പിന്നെ നമ്മളെ കോതാമൂരി ആട്ടം, പിന്നെയോ കോതാമൂരി ആട്ടത്തിന് ഉപയോഗിക്കുന്ന
മുടിയേറ്റ് കാവേറ്റം എന്നീ കൃതികളുടെ കഥാപാരം പിരിച്ചെഴുതാൻ പഠിച്ചു. പദം പറഞ്ഞേ. പിരിച്ചെഴുതാൻ പഠിച്ചു. പറഞ്ഞേ. ചെയ്യുന്ന സ്ഥലം വിപരീതം പഠിച്ചു. പിരിച്ചെഴുതാൻ പഠിച്ചു. കക്കാട്ടിനെ കുറിച്ച് പഠിച്ചു. ശ്രീകുമാറിനെ കുറിച്ച് പഠിച്ചു. പകരം പദം പഠിച്ചു. ഹെൻറിയെ കുറിച്ച് പഠിച്ചു. ജോൺസിയെ കുറിച്ച് പഠിച്ചു. അപ്പൊ മലയാള സെക്കൻഡിലെ ഏകദേശ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മളൊന്ന് കടന്നുപോയില്ലേ? ഇനി ഒരു 2-3 ക്ലാസ് കൂടി ഇതുപോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല തറവാവത്തില്ലേ മലയാള സെക്കൻഡ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ കാര്യങ്ങള് നന്നായിട്ടിരുന്ന് പഠിച്ചിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. നാളെ രാവിലെ എഴുന്നേൽക്കുക, പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് കുറിച്ചു വെക്കുക. വീണ്ടും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തു വെച്ചൊന്ന് നോക്കുക. അങ്ങനെ കൃത്യമായി ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും നല്ല ഗിഫ്റ്റഡ് സ്റ്റുഡന്റായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഹലോ, കേൾക്കുന്നോ? ആരും ലെഫ്റ്റ് ആവല്ലോ. ഇന്ന് 2 വിവരങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ ഒരു ക്ലാസ് എടുത്തു തന്ന പ്രീത ടീച്ചറിന് AKSTUവിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ടീച്ചറും AKSTUവിന്റെ ഭാഗം തന്നെയാണ്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ അത്തരമൊരു നന്ദി പ്രകടനം ആവശ്യമുണ്ട്, ഇല്ലയോ? വേണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ഇത് 1-2 പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്